ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയാണ്. ഭാഗം 2 പാഠപുസ്തകം. അതിലെ യൂണിറ്റ് 5 നന്നാവാൻ ഒന്നാവാം എന്നുള്ളതിലെ വിരുന്നൊരുക്കാം നമ്മൾ ഫുള്ളാക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ചാനൽ നോക്കി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. 5ാമത്തെ യൂണിറ്റിലെ കൂട് തുറക്കാം എന്ന പാഠമാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലെ കവിതയാണത്. കവിതയുടെ ആശയം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്കത് ലഭ്യമാകും. ഇന്ന് ബാക്കി പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ യൂണിറ്റ് 5 നന്നാവാൻ ഒന്നാവാം കൂട് തുറക്കാം എന്നുള്ളതിലെ ആദ്യത്തെ ചാപ്റ്റർ വെറും തൊട്ടിലാട്ടാതെ കാറ്റേ. ഇതിൽ ആസ്വാദനം നമ്മൾ ചെയ്തു. കവിതയുടെ ആശയമാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ 2ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. വെറും തൊട്ടിലാട്ടാതെ കാറ്റേ. നമുക്ക് നോക്കിയാലോ? അപ്പം നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വെറും തൊട്ടിലാട്ടാതെ കാറ്റ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ആദ്യം തന്നെ കവിത താളമിട്ട് ചൊല്ലൂ. നിങ്ങൾ കവിത ഒന്ന് താളമിട്ട് ചൊല്ലൂ കേട്ടോ. കവിത കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഇതിൻ്റെ പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കവിത ചൊല്ലിയിട്ടുണ്ട്. താളമിട്ടിട്ടൊന്നും അല്ല, ഞാൻ ചൊല്ലിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് താളമിട്ടൊക്കെ ഒന്ന് ചൊല്ലി നോക്കുക കേട്ടോ. അടുത്തത്, കവിതയിൽ കാര്യങ്ങൾ പറയുന്നത് ആരാണ്? എങ്ങനെ മനസ്സിലായി? അപ്പോൾ ആ കവിതയിൽ ആരോ കാര്യങ്ങൾ പറയുന്നതായിട്ടാണുള്ളത്. അപ്പോൾ ആരായിരിക്കും കാര്യങ്ങൾ പറയുന്നുണ്ടാവുക? എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലായത്? നോക്കാം. അമ്മയാണ് കവിതയിൽ കാര്യങ്ങൾ പറയുന്നത്. കുഞ്ഞിനോടുള്ള സ്നേഹവും വാത്സല്യവും കരുതലും ആശങ്കയുമെല്ലാം ഈ കവിതയിൽ കാര്യങ്ങൾ പറയുന്നത് അമ്മയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ കവിതയിൽ അമ്മയായിരിക്കാം കാര്യങ്ങൾ പറയുന്നുണ്ടാവുക. കാരണം അവിടെ ഒരു കുഞ്ഞിനോടുള്ള സ്നേഹം, വാത്സല്യം, കരുതൽ, അവരെക്കുറിച്ചുള്ള ആശങ്ക, ഇതെല്ലാം അതിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊരു അമ്മയായിരിക്കാം അത് പറയുന്നത്. അടുത്ത ചോദ്യം, പല സ്വപ്നങ്ങളും കണ്ട് കുട്ടി ശാന്തമായി ഉറങ്ങി. നമ്മളും സ്വപ്നങ്ങൾ കാണാറുണ്ടല്ലോ, അതിനെക്കുറിച്ച് എഴുതൂ. അപ്പോൾ അവിടെ സ്വപ്നങ്ങളെല്ലാം കണ്ട് കുട്ടി ഉറങ്ങുന്നതിനെ കുറിച്ച് പറയുന്നു. നിങ്ങളും സ്വപ്നങ്ങൾ കാണാറുണ്ടാവും അല്ലേ. അപ്പം നിങ്ങൾ കണ്ട എന്തിനെങ്കിലും കുറിച്ച് എഴുതുക. ഞാനിവിടെ ഒരു കുറിപ്പ് തരാം. എനിക്ക് ഒരു മാന്ത്രിക വടി ലഭിച്ചതായാണ് ഞാൻ കണ്ട സ്വപ്നം. ഞാൻ ആ മാന്ത്രിക വടിയുടെ സഹായത്താൽ ആകാശത്തേക്ക് പറന്നു. അവിടെയുള്ള മേഘങ്ങളെ ഐസ്ക്രീമും മിഠായികളുമാക്കി മാറ്റി. ഹായ്, എന്ത് സ്വാദായിരുന്നു! മഴവില്ലിൻ ഒരു 7 നിറമുള്ള ഊഞ്ഞാലാക്കി മാറ്റി. കുറേ നേരം അതിൽ ഊഞ്ഞാലാടി. മിഠായികൾ ഭൂമിയിലേക്ക് വിതറി. എല്ലാവരും മിഠായി മഴ കണ്ട് അത്ഭുതപ്പെട്ടു. മിഠായികൾ വാരിക്കൂട്ടി. പെട്ടെന്നാണ് അമ്മ വന്ന് തട്ടി ഉണർത്തിയത്. അപ്പോഴാണ് ഞാൻ സ്വപ്നത്തിലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അടുത്ത ചോദ്യം, സ്നേഹവും വാത്സല്യവും തൊട്ടറിഞ്ഞ അനുഭവങ്ങൾ പങ്കുവയ്ക്കൂ. ഉത്തരം, ഉറങ്ങാൻ കിടക്കുമ്പോൾ അമ്മ തലോടുന്നതും നെറുകയിൽ ഉമ്മ വയ്ക്കുന്നതും അമ്മയുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷങ്ങളാണ്. ഞാൻ പാട്ടുപാടുമ്പോൾ കൈയടിക്കുന്ന കൂട്ടുകാർ. ഭക്ഷണമില്ലാതെ വിശന്നിരിക്കുന്ന സമയത്ത് തൻ്റെ പൊതിയിൽ നിന്നും ഒരു പങ്ക് മാറ്റിവെച്ച കൂട്ടുകാർ. കളിക്കിടയിൽ വീണ് കരഞ്ഞോണ്ട് വന്നപ്പോൾ സാരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ച അച്ഛൻ. ഇതെല്ലാം നമുക്ക് സ്നേഹം, വാത്സല്യം, ഇതെല്ലാം തരുന്ന നിമിഷങ്ങളാണ്. അപ്പം നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള നിമിഷങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പം നിങ്ങൾ അത് എഴുതുക കേട്ടോ, അല്ലെങ്കിൽ ഇത് എഴുതിയെടുക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.